ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായി മാറും അടുത്ത മാസം നടക്കാൻ പോകുന്ന ഇന്ത്യ ബ്രസീൽ മത്സരം എന്നൊക്കെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ ഇതിനെതിരെ രൂക്ഷ വിമർശനമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും ഇന്ത്യൻ ഇതിഹാസവും ഒക്കെയായ ബൈസിംഗ് ഭൂട്ടിയ. ഭൂട്ടി പറയുന്നത് ഇത് വളരെ വലിയൊരു സ്കാം ആണെന്നാണ്. കാരണം ഇത്രയധികം കോടികൾ ഈ ഒരു മത്സരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് യാതൊരു വിധത്തിലുള്ള ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ് ഈ ഒരു സംഗതി. ഈ പൈസ ഇവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ ഫുട്സാൽ ഗ്രൗണ്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളിന് അതൊരു മുതൽക്കൂട്ടായി മാറുമെന്നാണ് ബൈച്ചും കുട്ടിയെ പറയുന്നത്. പിന്നെ കല്യാൺ ചൗബെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ പറഞ്ഞ് കബളിപ്പിച്ച് ആ ഒരു സ്ഥാനത്ത് തുടരുകയാണ് എന്നുകൂടി ബൈച്ചും കുട്ടി ആരോപിക്കുന്നുണ്ട്. ഇവിടെ അവര് ബ്രസീലിനെ കൊണ്ടുവരികയെങ്കിലും ചെയ്യുന്നുണ്ട്. ഇവിടെ മെസ്സിയെ കൊണ്ടുവരുമെന്നും പറഞ്ഞ് എത്ര കോടി രൂപയുടെ അഴിമതി നടത്തി. സ്റ്റേഡിയത്തിൽ ആ മരം മുറിച്ചു, നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയം കുത്തിക്കുളമാക്കി, കണ്ട മരം വെട്ടി കള്ളന്മാർക്ക് ലൂട്ട് ചെയ്യാൻ നിർത്തിക്കൊടുത്തു. അത് വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലല്ലോ. പക്ഷേ പുള്ളി പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ബ്രസീൽ ഒരു മത്സരം കളിക്കാൻ വന്നെന്ന് പറഞ്ഞ് ഇവിടെ വലിയ ചേഞ്ചോ മാറ്റമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം കൊച്ചിയിൽ ഗബോർത്തെ വന്ന് കളിക്കും എന്ന് കേൾക്കുമ്പോൾ പിന്നെ ബ്രസീലിന് കൊച്ചിയിൽ വന്ന് കളിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ട്. കൊൽക്കത്തയിൽ ഐസ് ബാത്ത് പോലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് മറ്റ് ഓപ്ഷനുകളായിട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അപ്പം നല്ല ഫെസിലിറ്റീസ് കൊച്ചിയിൽ പ്രൊവൈഡ് അതിന് പോലും പറ്റത്തില്ല. നേരത്തെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ, ചില ഫെസിലിറ്റീസ് കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കൊച്ചിയിൽ കളിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം അതിന് പോലും പറ്റാത്ത രീതിയിൽ കൊച്ചി സ്റ്റേഡിയത്തിനെ കൂടി ഇവന്മാർ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മെസ്സിയെ കൊണ്ടുവരിക അർജന്റീനയെ കൊണ്ടുവരിക ഒന്നും അല്ലായിരുന്നു ഉദ്ദേശം. കൃത്യമായിട്ട് കൊള്ളേണ്ടി നടത്തുക. ഇവന്മാരുടെ മരമുറിക്കാരുടെ ഒരു വർഷങ്ങളായുള്ള ഒരു പാറ്റേൺ അതാണ്. പറഞ്ഞ് പറ്റിച്ച് കാശുണ്ടാക്കുക, പറ്റിക്കുക, ഈ പരിപാടിയാണ്. ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ നടന്നത്. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ബ്രസീൽ വരുന്നതിനകത്ത് ബൈച്ചും കൂട്ടിക്ക് വലിയ താല്പര്യമില്ല. നമുക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ബ്രസീലിനെ നമ്മൾ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതുപോലുള്ള ഫ്രണ്ട്ലീസ് മറ്റുള്ളവരെ വെച്ച് നടത്താൻ പറ്റും. കുറച്ച് വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ലഭിക്കും, റെക്കഗ്നേഷൻ, അറ്റൻഷൻ ലഭിക്കും എന്നൊക്കെ പറയുമെങ്കിൽ പോലും അത് അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ ഫുട്ബോളിന് വലിയ ഗുണമൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ